ഇക്ബാലുണ്ട് നമുക്കൊപ്പം. ഇക്ബാൽ, ഇന്ന് ഈ വിവാദങ്ങൾക്കിടയിൽ പുതിയ ചാറ്റും ശബ്ദരേഖയൊക്കെ വന്നു. യുവതി മുഖ്യമന്ത്രിയെ സമീപിക്കാൻ പോകുന്നുവെന്നാണ് അറിയുന്നത്. അതിനിടയിൽ UDF കൺവെൻഷൻ പാലക്കാട് കൂടുന്നുണ്ട്. VD സതീശൻ എത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് VK ശ്രീകണ്ഠൻ MP നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇന്ന് UDF കൺവെൻഷനിൽ VD സതീശൻ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ സാഹചര്യത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഏതായാലും രാവിലെ തന്നെയാണ് പാലക്കാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കുന്ന UDFിന്റെ കൺവെൻഷൻ. ഈ പരിപാടിയിലേക്ക് രാഹുൽ എത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. പക്ഷേ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇന്നും സജീവമായി തന്നെ പ്രചരണത്തിന് ഇറങ്ങാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം എന്നുള്ളതും ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. രാവിലെ 8 മണിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനാണ് രാഹുലിൻ്റെ നീക്കം. കൽമണ്ഡപം ഭാഗത്ത് വെച്ചായിരിക്കും ആദ്യം ഇത്തരത്തിൽ പ്രചരണം നടത്തുക. അതിനുശേഷം പിന്നീട് പാലക്കാട്ടെ പിരായിരി, അതുപോലെ തന്നെ കണ്ണാടി ഗ്രാമപഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീടുകൾ കയറിയുള്ള പ്രചരണത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ രാഹുലുമായി അടുത്ത ബന്ധമുള്ള ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വന്ന സമയത്ത് തന്നെ രാഹുൽ മാസങ്ങളോളം പാലക്കാട് നിന്ന് മാറി നിൽക്കുകയും പിന്നീട് പാലക്കാട്ടേക്ക് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ UDF കൗൺസിലർമാരുടെ ചെറിയ ചെറിയ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം പിന്നീട് 1-2 സർക്കാർ പരിപാടികളിലേക്ക്, ഏറ്റവും ഒടുവിൽ പിന്നീട് പുറത്താക്കപ്പെട്ട പാർട്ടിയുടെ യോഗങ്ങളിലേക്കും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി. അങ്ങനെ മണ്ഡലത്തിൽ പതിയെ സജീവമാവാനുള്ള നീക്കത്തിലേക്കായിരുന്നു രാഹുൽ കടന്നിരുന്നത്. പക്ഷേ അതിനെല്ലാം തടയിട്ടുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഓഡിയോ ഇപ്പോൾ ഏതായാലും രാഹുൽ വലിയ രീതിയിൽ കുരുക്കായിരിക്കുന്നു. അത് മുന്നണിക്കും വലിയ രീതിയിൽ കുരുക്കാണ് എന്ന രീതിയിൽ പല നേതാക്കളും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ രാഹുൽ പ്രചരണത്തിന് ഇറങ്ങുന്നതിന് ഒരു വിലക്ക് ഉൾപ്പെടെ അനൗദ്യോഗികമാണെങ്കിൽ പോലും നേതാക്കൾ നൽകാനൊരു സാധ്യത കൂടി പാലക്കാട് ഉണ്ട്. പല സ്ഥാനാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചുവെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഈ വിഷയത്തിൽ നേതാക്കൾ കൂടുതൽ ഇടപെടൽ നടത്തിയേക്കുമെന്നുള്ളതാണ് അരുൺ മനസ്സിലാക്കുന്നത്. രാവിലെ 8 മണിക്ക് കൽമണ്ഡപത്ത് നിന്നാണ് ഈ പ്രചരണ പരിപാടി ആരംഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് പിരാരിയിലും അതുപോലെ തന്നെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലും വിവിധ പരിപാടികളിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം പങ്കെടുക്കാനാണ് രാഹുലിന്റെ നീക്കം. അതിനെതിരെയാണ് ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കൾ നേതൃത്വത്തെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് UDF കൺവെൻഷനുണ്ട് പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. റോഷിയും ഇക്ബാലുമാണ് നമുക്കൊപ്പം ചേർന്നത്.